എൻ്റെ ശക്തി ഞാൻ ഈ ചിലമ്പിൽ ആവാഹിച്ച് എൻ്റെ ചേരനാട്ടിലേക്ക് എറിയുന്നു എന്ന് പറഞ്ഞ് കണ്ണകി തൻ്റെ ശേഷിച്ച ചിലമ്പ് വലിച്ചെറിയുന്നു. അത് ചേരനാട്ടിലേക്കു പോയി. കോവലൻ്റെ വധത്തെ തുടർന്ന് പ്രതികാരദാഹിയായ കണ്ണകി ഉഗ്രകോപത്തോടെ പാണ്ഡ്യരാജ്യ സന്നിധിയിൽ വച്ച് പറഞ്ഞതാണ് ഇക്കാര്യം. രൗദ്രകാളീരൂപം ധരിച്ച കണ്ണകി മധുരാപുരിയെ ചുട്ടുകരിച്ചെന്നാണ് സങ്കല്പം. തമിഴ് ജനതയുടെ ഉഗ്ര ആരാധനാമൂർത്തിയായി കണ്ണകി മാറുകയും ഒടുവിൽ കണ്ണകി കൊടുങ്ങല്ലൂരെത്തി പരാശക്തിയിൽ ലയിച്ചും എന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതി ആദ്യ പരാശക്തി ചൈതന്യമോ അതോ കണ്ണകിയോ? നമുക്ക് ആ ഐതിഹ്യത്തിൻ്റെ ഏടുകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂർ അമ്മ. ഇന്നത്തെ കേരളം പണ്ട് ചേരനാടിൻ്റെ ഭാഗമായിരുന്നു. ഗോകർണം മുതൽ കന്യാകുമാരി വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ ഭൂഭാഗം ദ്രാവിഡ ദേശത്തിൻ്റെ ഭാഗമായിരുന്നു. മഹാഭാരത യുദ്ധത്തിന് മുൻപ് ദുര്യോധനൻ അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന പാണ്ഡവരെ തിരക്കി ദ്രാവിഡ ദേശത്ത് വന്നതായി മഹാഭാരതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം പഴക്കം ദ്രാവിഡത്തിനും ചേരനാട്ടിനും ഉണ്ട്. ഈ ചേരനാടിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള ഐതിഹ്യം പരശുരാമനെ ബന്ധപ്പെടുത്തിയുള്ളതാണ്. തൻ്റെ പിതാവിനെ കൊന്ന ക്ഷത്രിയന്മാരെ 21 വട്ടം പരശുരാമൻ യുദ്ധം ചെയ്ത് നാമാവിശേഷമാക്കി. പാപപങ്കിലമായ ഭൂമി എനിക്ക് വേണ്ടെന്ന ചിന്തയിൽ തൻ്റെ മഴു സമുദ്രത്തിലേക്കെറിഞ്ഞ് സമുദ്രം വഴിമാറിക്കൊടുത്ത് തെളിഞ്ഞു വന്നതാണ് ഈ ചേരനാട്. ഈ ഭൂമി പരശുരാമൻ പല ബ്രാഹ്മണർക്കായി ദാനം ചെയ്യുകയും ചെയ്തു. ഇക്കാലത്ത് ദാരുകൻ എന്ന അസുരൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ സമ്പാദിച്ചു. സ്ത്രീ യോനിയിൽ പിറക്കാത്ത ഒരു സ്ത്രീക്കു മാത്രമേ തന്നെ വധിക്കാനാവൂ. മാത്രമല്ല, തൻ്റെ രക്തം ഭൂമിയിൽ വീണാൽ അതിൽ നിന്നൊക്കെ ദാരുകന്മാർ പിറക്കുകയും വേണം എന്നതായിരുന്നു ദാരുകൻ ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയ വരങ്ങളിലൊന്ന്. അങ്ങനെ 3 ലോകങ്ങളുടെയും ആധിപത്യം സ്വന്തമാക്കി അഹങ്കരിച്ചു നടന്ന സമയത്താണ് പരശുരാമൻ മഴുവെറിഞ്ഞ് സമുദ്രത്തിൽ നിന്ന് ഭൂമി വീണ്ടെടുത്തതും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതും. പരശുരാമൻ്റെ ഈ പ്രവൃത്തി കോപാകുലനായ ദാരുകൻ പരശുരാമനെ പോരിന് വിളിച്ചു. വരം നേടിയ ദാരുകനെ പരശുരാമന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചേരനാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാനും തുടങ്ങി. ഗത്യന്തരമില്ലാതെ പരശുരാമൻ ശിവനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ദാരികൻ്റെ ശല്യം ഒഴിവാക്കിത്തരണമെന്ന് അപേക്ഷിച്ചു. മഹാകാലൻ്റെ ഭാവത്തിലായ ശിവൻ്റെ 3-ാം കണ്ണിൽ നിന്ന് അഗ്നിയായി സംഹാര രുദ്രയായി കാളി പിറന്നു. ദാരിക നിഗ്രഹം ചെയ്യാൻ ശിവൻ മകളോട് ആവശ്യപ്പെട്ടു. ദാരികനുമായി വളരെക്കാലം യുദ്ധം ചെയ്ത ദേവി ദാരുകനെ വധിച്ചു. അവൻ്റെ ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ വീഴാതെ ഭൂതഗണങ്ങൾ കുടിച്ചു തീർത്തു. അങ്ങനെ ദാരിക നിഗ്രഹത്തിനു ശേഷം പരശുരാമൻ കാളിയെ സ്തുതിച്ചു. ഇന്നു കാണുന്ന കൊടുങ്ങല്ലൂർ സ്ഥലത്ത് ശ്രീചക്രത്തിൽ ശക്തിയെ ആവാഹിച്ച് കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം. താൻ മഴുവെറിഞ്ഞു നേടിയ സ്ഥലം സംരക്ഷിക്കാൻ പരശുരാമൻ ദേവീ ചൈതന്യത്തെ 4 ശ്രീചക്രങ്ങളിൽ ആവാഹിച്ച് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി സ്ഥാപിച്ചു എന്നാണ് സങ്കല്പം. തെക്ക് കന്യാകുമാരിയിൽ ബാലാംബിക ഭാവത്തിലും വടക്ക് കൊല്ലൂരിൽ മൂകാംബികാദേവിയായും കിഴക്ക് പാലക്കാടിനടുത്ത് കരിമലയിൽ ഹേമാംബികയായും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയായും പ്രതിഷ്ഠിച്ചു എന്ന് ഐതിഹ്യം പറയുന്നു. കൊടുങ്ങല്ലൂരിലെ ശ്രീകുറുംബാദേവിയായ ലോകാംബികാദേവിയുടെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് പറഞ്ഞുവല്ലോ. അതും
ശ്രീചക്രത്തിൽ ആവാഹിച്ച്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ 2 ശ്രീചക്രങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസവും സങ്കല്പവും ആചാരവും പൂജാരികളും പറയുന്നത്. രണ്ടാമത്തെ ശ്രീചക്രം എങ്ങനെ വന്നു? കാലടിയിൽ ഭോജാതനായ ആദിശങ്കരൻ സർവജ്ഞപീഠം കയറിയതിനു ശേഷം ദേശാന്തര സഞ്ചാരം നടത്തുകയുണ്ടായി. അദ്ദേഹം ചെന്നെത്തിയ സ്ഥലങ്ങളിലും എല്ലാം മഠങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ ദേശസഞ്ചാരം നടത്തുന്ന കാലത്ത് അദ്ദേഹം കൊടുങ്ങല്ലൂർ എത്തി. ഇന്നു കാണുന്ന ക്ഷേത്ര എടുപ്പ് അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു ആൽത്തറയിൽ അദ്ദേഹം വിശ്രമിക്കാനിരിക്കെ ഒരു അഭൗമ തേജസ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതായി തോന്നി. അദ്ദേഹം അവിടെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ആ തേജസ്സിൻ്റെ ഉറവിടം മനസ്സിലായി. സാക്ഷാൽ പരാശക്തിയുടെ ചൈതന്യം. ഉടൻ തന്നെ അദ്ദേഹം എപ്പോഴും കൊണ്ടു നടക്കാറുള്ള മേരുക്കളിൽ ഒന്നിൽ ആ ചൈതന്യത്തെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് രണ്ടാമത്തെ ശ്രീചക്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആരാധനയുടെ ഭാഗമാകുന്നത് എന്ന് വിശ്വാസം. അതിനുശേഷം ശ്രീശങ്കരൻ ക്ഷേത്രത്തിൽ അതുവരെ ഉണ്ടായിരുന്ന കൗളാചാര അനുഷ്ഠാനങ്ങളെ മാറ്റി സമയാചാരത്തിലുള്ള ആചാരക്രമം ഏർപ്പെടുത്തി. അതായത് ഇന്നു കാണുന്ന ആചാരക്രമം ഏർപ്പെടുത്തി. ആദ്യകാലത്ത് പരശുരാമൻ നിശ്ചയിച്ച കൽപ്പസൂത്രം ആധാരമാക്കിയുള്ള പൂജാവിധാനങ്ങളാണ് നടത്തിയിരുന്നത്. പഞ്ചമകാര പൂജകളെന്നൊക്കെ പറയുന്ന പൂജ, ബലികർമ്മങ്ങളും ഉണ്ടായിരുന്നു. ശ്രീ പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചതായി പറയപ്പെടുന്ന 64 തന്ത്രങ്ങളുണ്ട്. സ്വതന്ത്രമായ മറ്റൊരു തന്ത്രവും ചേർത്ത് 65 തന്ത്രങ്ങളാണ്. ഇത് വേദാംഗമായ ആഗമശാസ്ത്രത്തിൻ്റെ ഭാഗവുമാണ്. ഇന്ന് സാധകന്മാർ കൂടുതലായി ആശ്രയിക്കുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. വാമകേശ്വര തന്ത്രം, കുലാർണവതന്ത്രം, മഹാനിർവാണ തന്ത്രം, പരമാനന്ദ തന്ത്രം, തന്ത്രരാജമന്ത്രം, രുദ്രയാമളം, വിഷ്ണുയാമളം തുടങ്ങിയവ ആണ് അത്. ഇവയുടെ ആശയ അനുവാദമായി ശ്രീ പരശുരാമ കൽപ്പസൂത്രം, രാജരാജേശ്വരി കൽപ്പം, സൗഭാഗ്യരത്നാകരം തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഇക്കാലത്ത് സാധകന്മാർ പൂജാവിധിക്കായി പരിശോധിക്കപ്പെടുന്നുണ്ട്. എന്താണ് പഞ്ചമകാരം എന്ന് പറയുന്നത്? അത് ഒന്ന് അറിഞ്ഞിരിക്കണം. മദ്യം മാംസശ്ച മീനശ്ച മുദ്രാമൈഥുനമേവച്ച മകാര പഞ്ചകം പ്രാഹുർ യോഗീനാം മുക്തിദായകം. അതായത് മത്സ്യം, മദ്യം, മാംസം, മുദ്രാമൈഥുനം ഇവ 5ഉമാണ് പഞ്ചമകാരം. ഹിന്ദുക്കളുടെ പല ദേവന്മാരും മദ്യപ്രിയരാണ്. ഉദാഹരണമായി പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഇഷ്ടപാനീയം കള്ളാണല്ലോ. അതുപോലെ ചാത്തൻ, മറുത, ഭദ്രകാളി തുടങ്ങിയവർക്കും മദ്യം നിവേദിക്കാറുണ്ട്. കാളി സങ്കല്പത്തിലാണ് കൊടുങ്ങല്ലൂർ ദേവിക്ക് പഞ്ചമകാരപ്രകാരം ആദ്യകാലത്ത് പൂജ ചെയ്തിരുന്നത്. എന്നാൽ ശങ്കരാചാര്യരുടെ വരവോടെ ശക്തിപ്രഭാവം തിരിച്ചറിഞ്ഞ് ആദി പരാശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് ശ്രീചക്രം പ്രതിഷ്ഠിച്ച് രുരുജിത്ത് വിധാനത്തിലുള്ള പൂജാക്രമങ്ങളാണ് പിന്നീടുണ്ടായത്. എന്താണ് രുരുജിത്ത് വിധാനത്തിലുള്ള പൂജാക്രമം? കേരളത്തിലെ കാളീക്ഷേത്രങ്ങളുടെ എല്ലാ മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ്. സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കൊടുങ്ങല്ലൂരിൽ ശ്രീകോവിലിനകത്ത് 2 പ്രതിഷ്ഠകൾക്ക് പൂജ നടത്തുന്നത് ഭക്തരിൽ പലർക്കും സംശയമുണ്ടാകാറുണ്ട്. കൊടുങ്ങല്ലൂരടക്കം കേരളത്തിൽ 13 കാവുകളിൽ അവലംബിക്കപ്പെട്ടിട്ടുള്ള രുരുജിത്ത് വിധാനം എന്ന താന്ത്രിക പൂജാക്രമമാണ് ഇതിന് കാരണം. രുരുജിത്ത്, ദക്ഷജിത്ത്, ദാരികജിത്ത്, മഹിഷജിത്ത് എന്നിങ്ങനെ വ്യത്യസ്ത ഭാവത്തിലുള്ള കാളിപ്രതിഷ്ഠകൾ ഭാരതത്തിലുണ്ട്. പക്ഷേ കേരളത്തിൽ കാണപ്പെടുന്ന താന്ത്രിക വിധാനം
കാശ്മീരി താന്ത്രിക ശൈലിയിലുള്ള രുരുജിത്ത് ആണ്. രുരു എന്ന അസുരനെ വധിച്ച ദേവീഭാവത്തിലുള്ള പ്രതിഷ്ഠാവിധാനമാണ് രുരുജിത്ത്. അതീവ പ്രഭാവമുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ തട്ടകത്തമ്മയായ ശ്രീ ഭദ്രകാളിക്കൊപ്പം ശ്രീകോവിലിൽ രൗദ്ര സ്വരൂപിണിയായ ചാമുണ്ടിയെയും ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ സപ്തമാതാക്കളെയും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. സപ്തമാതൃക്കൾക്കൊപ്പം തന്നെ വീരഭദ്രൻ, ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഉണ്ടാകും. ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രപാലക പ്രതിഷ്ഠയും ഉണ്ടാകും. രുരുജിത്ത് വിധാനപ്രകാരം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശാക്തേയ കാവുകളിൽ എല്ലാം പ്രധാന മൂർത്തി ഭൈരവ സ്വരൂപനായ മഹാദേവനാണ്. നേദ്യം മുതലായ പൂജകൾ എല്ലാം ശിവന് നടത്തിയ ശേഷം മാത്രമേ മറ്റു മൂർത്തികൾക്ക് നടത്തപ്പെടുകയുള്ളൂ. കാസർഗോഡ് നീലേശ്വരത്തെ മന്നുംപുറത്തുകാവ്, കണ്ണൂരിലെ മാടായിക്കാവ്, കളരിവാതുക്കൽ കാവ്, മാമനിക്കുന്ന് കാവ്, തിരുവഞ്ചേരിക്കാവ്, കളിയാമ്പള്ളിക്കാവ്, കോഴിക്കോട് പിഷാരിക്കാവ്, തിരുവളയനാട് കാവ്, പാലക്കോട് കൊടിക്കുന്നത്ത് കാവ്, മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താംകുന്നത്ത് കാവ്, തിരുവല്ല മുത്തൂറ്റുകാവ്, പത്തനംതിട്ട പനയന്നർകാവ് എന്നീ ക്ഷേത്രങ്ങളിൽ രുരുജിത്ത് വിധാനപ്രകാരമുള്ള പ്രതിഷ്ഠകളാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. ഉഗ്രസ്വരൂപിണിയായ ചാമുണ്ടിക്ക് വിഗ്രഹം പതിവില്ല. പകരം പീഠം മാത്രമേ ഉണ്ടാകാറുള്ളൂ. പ്രതിഷ്ഠയുടെ രൗദ്രഭാവം മൂലം ഭക്തർക്ക് നട തുറന്ന് ദർശനവും സാധ്യമല്ല. കൊടുങ്ങല്ലൂർ കോവിലകത്തെ തമ്പുരാനോ തമ്പുരാട്ടിയോ ദർശനം നടത്തുമ്പോൾ മാത്രം ഈ നടയുടെ ഒരു വാതിൽ തുറക്കുമെങ്കിലും അവർ ആ സമയം സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയായിരിക്കും. നമസ്കരിച്ച് എഴുന്നേൽക്കുന്നതിന് മുൻപ് നട അടയ്ക്കുകയും ചെയ്തു. വാമാചാര വിധിപ്രകാരം പൂജ നടത്തുന്ന മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ എല്ലാ പൂജാരിമാർക്കും ശ്രീകോവിലിനകത്തേക്ക് പോകുവാനായി രഹസ്യ ഗുഹാമാർഗങ്ങൾ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ മീനമാസത്തിലെ അശ്വതി പൂജയും കാവു തീണ്ടലും കഴിഞ്ഞ് നടയടച്ചു കഴിഞ്ഞാൽ തുറക്കുന്നതുവരെയുള്ള 6 യാമങ്ങൾക്കായി ശ്രീകോവിലിനുള്ളിൽ പൂജ ചെയ്യാൻ ഓരോ യാമങ്ങളിലും അടികൾമാർ എത്തിക്കൊണ്ടിരുന്നത് ഈ ഗുഹാമാർഗമായിരുന്നു. ആദിശങ്കരന്റെ വരവോടെ പൂജാവിധാനങ്ങളിൽ വന്ന വ്യത്യാസമാണ് ഗുഹാമാർഗത്തിലൂടെയുള്ള അടികൾമാരുടെ സഞ്ചാരം നിന്നുപോകാൻ കാരണം. കേരളത്തിലെ ശാക്തേയ പ്രതിഷ്ഠാവിധിയാണ് രുരുജിത്ത് എന്ന് പറഞ്ഞുവല്ലോ. മുഖ്യദേവത കാളിയോ ഉഗ്രചാമുണ്ടിയോ അല്ലെങ്കിൽ ചാമുണ്ട ആയിരിക്കും. അതുപോലെ ഭൈരവശിവൻ ക്ഷേത്രപാലകൻ, സപ്തമാതൃക്കൾ എന്നിവയുടെ പ്രതിഷ്ഠയും ഉണ്ടാകും. ഉത്തരാഭിമുഖം സാംഗം നിരംഗം പ്രാക്മുഖം ഭവേൽ, പശ്ചിമാഭിമുഖം ഭിന്നമിതി മത്രധാനി ഗദ്യതേ എന്ന രീതിയിൽ വടക്കോട്ട് നോക്കി ദേവിയും സപ്തമാതൃക്കളും, കിഴക്കോട്ട് നോക്കി ഭൈരവശിവനും, പടിഞ്ഞാറോട്ട് നോക്കി ക്ഷേത്രപാലകനും എന്നതാണ് ദർശനക്രമം. സപ്തമാതൃദേവിമാരിൽ ഒന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിത്യപൂജാക്രമമാണ് മിക്ക രുരുജിത്ത് വിധാന ക്ഷേത്രങ്ങളിലും ഉള്ളത്. ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ട എന്നിവരാണ് സപ്തമാതൃക്കൾ. നിത്യപൂജ കൂടാതെ മാസത്തിലൊരിക്കലായുള്ള പർവ്വപൂജ പ്രാധാന്യമുള്ളതാണ്. ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ളതാണ് പർവ്വപൂജ. വാർഷികമായി ശുദ്ധ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുമുള്ള അതിവിശേഷമായ പൂജയും ഉണ്ടായിരിക്കും. പർവ്വപൂജ പൗർണമിക്കാവാം, അമാവാസിക്കാവാം, സംക്രമത്തിനാകാം, മുപ്പട്ടി ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നടത്താറുണ്ട്. അതിവിശിഷ്ടമായ വാർഷിക പൂജ മീനമാസത്തിലെ അശ്വതി നാളിലും തുടർന്ന് വ്യത്യസ്ത യാമങ്ങളിലുള്ള യാമപൂജയുമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പരിപാലിച്ചു പോരുന്നത്. പർവ്വപൂജയ്ക്ക് ശേഷം മറ്റു പൂജകളൊന്നും പാടില്ല. ഇപ്പോൾ പർവ്വപൂജയ്ക്ക് തിരക്കു കാരണം പല ക്ഷേത്രങ്ങളിലും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു.
ഗുരുതി പൂജകൾ കൂടിയതും പർവ്വപൂജ കുറയാൻ മറ്റൊരു കാരണമാണ്. കൗളം എന്നത് തികച്ചും യോഗശാസ്ത്രപരമായ ഒരു ആചാരമാകുന്നു. എന്നാൽ ഈ ആചാരത്തിന് ക്ഷയം സംഭവിച്ചത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ളവരാണ്. അവരാണ് അതിന് ഇടയാക്കിയത്. പല കാളിക്ഷേത്രങ്ങളിലും ഈ ആചാരം നിലനിന്നിരുന്നു. മദ്യവും മാംസവും വെച്ചുള്ള പൂജയാണ് കൗളാചാരം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. കൗളം ഒരിക്കലും ദ്രവ്യപൂജയല്ല, അത് തികച്ചും യോഗീഭാവം ആകുന്നു. മനോബലം കിട്ടാത്ത ശിഷ്യഗണങ്ങളാണ് കൗളാചാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിൽ കണ്ട ഈ ആചാരത്തെ ആദിശങ്കരൻ ഇല്ലാതാക്കിയത് അവിടെ കുടിയിരിക്കുന്ന ശക്തി ചൈതന്യം ശ്രീ പരാശക്തിയുടേത് ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. കൊടുങ്ങല്ലൂരിൽ ഉള്ളത് ശ്രീശങ്കരൻ ആരംഭിച്ചത് സമയാചാരം അഥവാ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ആചാരക്രമമാണെന്ന് പറഞ്ഞുവല്ലോ. ത്രിപുരസുന്ദരിയെ ലളിത രാജേശ്വരി എന്ന സങ്കല്പത്തിലുള്ള പൂജാക്രമമാണിത്. ഇത് ആദ്യ പൂജാരൂപമായിരുന്നു. ഇതിൽ നിന്നും വികസിച്ചു വന്നതാണ് ശ്രീവിദ്യാ പൂജാക്രമം. ശ്രീവിദ്യയായിരിക്കുന്ന ത്രിപുരയുടെ സാധന ഒരു വശ്യവിദ്യയാണ്. സമ്പൂർണവും യാഥാർത്ഥ്യവും അതിരുകടന്ന സൗന്ദര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മൂർത്തിഭാവം, മൂന്ന് ലോകങ്ങളുടെയും രാജ്ഞിയായ പ്രപഞ്ചമാതാവിൻ്റെ അറിവാണ് ശ്രീവിദ്യ. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് ലോകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറക്കം, സ്വപ്നം, ഉണർവ് എന്നതാണ്. ശ്രീദാത്രേ ച സദാ വിദ്യ ശ്രീവിദ്യ പരികീർത്തിത. ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്ന വിദ്യയെ ശ്രീവിദ്യയെന്ന് വിളിക്കുന്നു. ഈ ആചാരക്രമം നിലനിൽക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ, അതായത് ആദ്യ പരാശക്തിയുടെ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം, എങ്ങനെയാണ് കണ്ണകിയെന്ന് പറയാൻ കഴിയുക? ഇത് അടുത്ത കാലത്ത് സംഭവിച്ച ചില വായ്ത്താരികളാണ്. കണ്ണകയ്ക്കു വേണ്ടി ചേര രാജാവ് ഒരു ക്ഷേത്രം പണിതീർത്തുവെന്നും അവിടെ കണ്ണകിയെ പ്രതിഷ്ഠിച്ചുവെന്നും പറയപ്പെടുന്നു. എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ആദി ശങ്കരാചാര്യരുമാണ്. തമിഴ് ജനതയുടെ ഇടയിൽ വളർന്ന ഒരു വിശ്വാസമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി കണ്ണകിയാണെന്ന്. അവർ അങ്ങനെ വിശ്വസിക്കുന്നു. വിശ്വാസമാണല്ലോ എല്ലാ ആചാരത്തിൻ്റെ അടിസ്ഥാനശില. അവർ അങ്ങനെ വിശ്വസിക്കട്ടെ. കൊടുങ്ങല്ലൂർ ഭഗവതിയെ ശ്രീ കുറുമ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് കുറുമ്പ? ശ്രീ എന്നാൽ സംസ്കൃതത്തിൽ സൗഭാഗ്യം, ഐശ്വര്യം എന്നതാണ്. കുരു എന്നാൽ തരുന്നത്, പ്രദാനം ചെയ്യുന്നത് എന്നാണ്. ശ്രീയെ നൽകുന്ന അമ്മ ശ്രീ കുറുമ്പ. അമ്മ ലോപിച്ചാണ് അമ്പയായത്. ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം. ശ്രീ കൊടുങ്ങല്ലൂരിൽ ശിവപ്രതിഷ്ഠയുണ്ടെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ കൊടിമരമോ നന്ദികേശനോ കാണുന്നില്ല. മാത്രമല്ല ഇവിടെ ശിവരാത്രി പോലുള്ള ആചാരങ്ങളും നടത്തുന്നില്ല. കാരണം ഇവിടുത്തെ ശിവൻ്റെ ഭാവം ദക്ഷിണാമൂർത്തി സ്വാമികളുടേതാണ്. ഗുരുസങ്കല്പത്തിലുള്ള ശിവനാണ് ഇവിടെയുള്ളത്. സാക്ഷിഭാവത്തിലുള്ള ശിവൻ. ഉത്സവങ്ങളിലോ ആഘോഷങ്ങളിലോ താല്പര്യമില്ലാത്ത ഭാവം, അതായത് ഗുരു സങ്കല്പത്തിലിരിക്കുന്ന ദക്ഷിണാസ്വാമി. അങ്ങനെ ശ്രീയും ഗുരുവും അമ്പയും ചേർന്ന് ലോപിച്ചതാണ് ശ്രീ കുരുമ്പ. മറ്റുള്ള ക്ഷേത്രങ്ങളുടെ താന്ത്രിക വിദ്യയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കൊടുങ്ങല്ലൂരിയത്. വാതിൽമാടം, ഗോപുരം, കൊടിമരം ഇതൊന്നുമില്ല. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുതു വലം വയ്ക്കേണ്ട രീതികളും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. രുരുചിത്ത് വിധാനത്തിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കിഴക്കു ഭാഗത്തു കൂടി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചിട്ടാണ് ദർശനം നടത്തേണ്ടത്. കിഴക്കേ നടയിലൂടെ പ്രവേശിച്ച് കുറച്ച് ദൂരെ നിന്ന് ശിവനെ തൊഴുത് പ്രാർത്ഥിച്ച്
പിന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന ചെറിയൊരു ക്ഷേത്രമുണ്ട്. തവിട്ടുമുത്തി എന്നാണ് അവിടുത്തെ ബിംബസങ്കല്പം. അതും ദേവി തന്നെയാണ്. തവിടാടിക്കുക എന്നത് വിശേഷപ്പെട്ട കാര്യമാണ്. ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആ ദേവതയെ എല്ലാ വിഭാഗക്കാർക്കും ആരാധിക്കാനുള്ള ഒരു പ്രതിഷ്ഠയായിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം പ്രദക്ഷിണമായി വന്ന് തെക്കു പടിഞ്ഞാറേ മൂലയിലുള്ള ഗണപതിയെ തൊഴണം. തെക്കോട്ട് ദർശനമാണ് ഗണപതിയുടേത്. വലത് വശത്തുള്ള ഗണപതി ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുന്ന മഹാസിദ്ധ ഗണപതിയാണ്. ഏത്തമിട്ട് സപ്തമാതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് തൊഴുത് പടിഞ്ഞാറോട്ട് അഭിമുഖമായി കാണുന്ന ശ്രീകോവിൽ സങ്കല്പിച്ച് തൊഴുത് ഉള്ളിൽ ആരാധിക്കപ്പെടുന്ന ശ്രീ മഹാചക്രമേരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ത്രിപുരസുന്ദരീ ഭാവത്തിലിരിക്കുന്ന ദേവിയെ തൊഴുത് നേരെ നടയിലേക്ക് വരണം. 6 അടിയിലധികം പൊക്കത്തിലിരിക്കുന്ന ദേവീ വിഗ്രഹം കാണാം. പൂർണ്ണ അലങ്കാരത്തോടു കൂടി ഇരിക്കുന്നതാണ് ബിംബം. അവിടെ തൊഴുതു പ്രാർത്ഥിക്കണം. ഭണ്ഡാരത്തിനടുത്ത് നിന്ന് കിഴക്കു ഭാഗത്തേക്ക് ചരിഞ്ഞു നോക്കിയാൽ ശ്രീകോവിലിനുള്ളിൽ പട്ടിട്ട് മൂടിയ ഭാഗം കാണാം. അതിനകത്താണ് പരശുരാമനും ആദിശങ്കരനും പരാശക്തിയെ ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്ന 2 ശ്രീചക്രങ്ങളുള്ളത്. സാധാരണക്കാർക്ക് ആരാധിക്കാനുള്ള ബിംബമാണ് നാം മുന്നിൽ കാണുന്നത്. അത് ദാരുബിംബമാണ്. ബഹുബേരക്രമം എന്നൊരു രീതിയിലാണ് പൂജാക്രമം ഒരുക്കിയിട്ടുള്ളത്. നേരെ കാണുന്ന ബിംബത്തിൽ അർച്ചനയോ അഭിഷേകമോ ചെയ്യുന്നില്ല. അതിനു മുമ്പിൽ വെച്ചിട്ടുള്ള അർച്ചനാ ബിംബത്തിലേക്ക് ദേവതാ ചൈതന്യത്തെ ആവാഹിച്ച് ഇരുത്തി പൂജ കഴിച്ച് തിരിച്ച് മൂലസ്ഥാനത്തേക്ക് തന്നെ സങ്കല്പിക്കുന്ന സമ്പ്രദായമാണിത്. ഇത് ബഹുബേരക്രമം എന്നാണ് പറയുന്നത്. പൂജാരി കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പൂജിക്കുന്നത്. ദേവീ ദർശനം വടക്കോട്ടും. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയണം. ശ്രീചക്രത്തെ ത്രിപുരസുന്ദരിയെ ആരാധിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ്. ശ്രീചക്രം പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഇരിക്കുന്നതിനാലാണ് അടികൾമാർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആ ശ്രീചക്രങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള പൂജാക്രമങ്ങൾ അനുഷ്ഠിക്കുന്നത്. ദേവിയെ തൊഴുതിട്ട് പിന്നെ ശിവനെ തൊഴുന്നു. ശിവനെ തൊഴുതു കഴിഞ്ഞാൽ വടക്കുകിഴക്കേ മൂലയ്ക്കുള്ള ഒരു പ്രതിഷ്ഠ കാണാം. അത് ശിവന്റെ നിർമാല്യധാരിയാണെന്ന് ആണ് സങ്കല്പം. നിർമാല്യധാരിക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ കാണുന്നില്ല. അത് കഴിഞ്ഞ് പുറത്തു വന്ന് ക്ഷേത്രപാലകനെ തൊഴണം. വടക്ക് കിഴക്കേ മൂലയ്ക്കുള്ള ഏകദേശം 12 അടിയോളം പൊക്കമുള്ള ക്ഷേത്രപാലകൻ എന്ന ആ ദേവതയെ തൊഴുതു കഴിഞ്ഞാലാണ് ദർശനത്തിൻ്റെ ക്രമം ഏകദേശം പൂർത്തിയാകുന്നുള്ളൂ. എന്താണ് ക്ഷേത്രപാലകൻ? അത് അറിഞ്ഞിരിക്കണം. ദാരിക വധത്തിനു ശേഷം ദേവി വളരെ ക്രോധത്തോടുകൂടി വഴിയിലൂടെ സഞ്ചരിക്കവേ കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്തുകൊണ്ടാണ് വന്നത്. എല്ലാ ദേവതകളും പേടിച്ചു പിന്മാറി. ആ സമയത്ത് ശിവൻ ഒരു പൈതലിൻ്റെ രൂപം കൊണ്ട് ദേവിയുടെ മാർഗമധ്യേ മലർന്നു കിടന്നു കൈകാലിട്ടടിച്ച മട്ടിൽ പ്രത്യക്ഷനായി. സംഹാര രുദ്രയെപ്പോലെ വരികയായിരുന്ന ദേവി മോണകാട്ടി ചിരിക്കുന്ന, കൈകാലിട്ടടിച്ച് രസിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ പൈതലിനെ കണ്ട് കോപം തണുത്തു. ശാന്തഭാവത്തിലേക്ക് മാറി. ദേവിയിൽ മാതൃഭാവം ഉണ്ടായി. ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് അതിനെ കയ്യിലെടുത്ത് മാറോട് ചേർത്ത് താലോലിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെയാണ് ക്ഷേത്രപാലകനായി പിന്നീട് പ്രതിഷ്ഠിച്ച് കാണുന്നത്. പാലകൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഭൈരവഭാവത്തിലുള്ള ഒരു മൂർത്തിയാണെന്ന് പറയാം. വടുക ഭൈരവൻ അല്ലെങ്കിൽ ബാലസ്വഭാവത്തിലുള്ള രൂപം, അതാണ് ക്ഷേത്രപാലകനായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കാണുന്നത്.
ക്ഷേത്രപാലകന്റെ ജോലി ക്ഷേത്രവും പരിസരവും സംരക്ഷിക്കുക എന്നതാണ്. ക്ഷേത്രപാലകന്റെ ദർശനം കഴിഞ്ഞ് പുറത്തു വന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വസൂരിമാലയെ കണ്ടു വണങ്ങണം. എന്താണ് വസൂരിമാലയെന്ന ദേവീസങ്കല്പം? അതും ഒന്ന് അറിഞ്ഞിരിക്കണം. ദേവി ദാരികനെ വധിച്ച് ശാന്തയായി അടങ്ങിയ സമയം. ദാരുകൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ വിയോഗത്തിൽ സങ്കടമുണ്ടായി പ്രതികാരത്തോടെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. അവളുടെ പ്രാർത്ഥനയിൽ പ്രീതനായ ബ്രഹ്മാവ് അവൾ ആവശ്യപ്പെട്ട വരം കൊടുത്തു. വരസിദ്ധിക്ക് ശേഷം തനിക്ക് അഭിമുഖമായി വരുന്നവരോ ആരോ അവർക്കു നേരെ അവൾ തൻ്റെ വേർപ്പ് കണം എറിയാൻ തുടങ്ങി. അത് ശരീരത്തിൽ പതിക്കുന്നവർക്ക് വസൂരിദീനം വന്നു തുടങ്ങി. അവൾ ആദ്യം അത് പരീക്ഷിച്ചത് ദേവിയുടെ നേരെ തന്നെയാണ്. ദേവിക്ക് വസൂരി പിടിപെട്ടു, അവശയായി വീണു. ഇതറിഞ്ഞ ശിവൻ പരിഹാരം ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ നിന്ന് ഖണ്ഡാകർണൻ എന്ന മൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ആ ഖണ്ഡാകർണൻ വന്ന് ദേവിയുടെ ശരീരത്തിലെ വസൂരികൾ നക്കി എടുത്തു തുടങ്ങി. മുഖത്തെ വസൂരി നക്കാൻ തുടങ്ങിയപ്പോൾ ദേവി പറഞ്ഞു, പാടില്ല, നമ്മൾ സഹോദരങ്ങളാണ്, അതിനാൽ മുഖത്തുള്ളത് അവിടെ തന്നെ ഇരിക്കട്ടെ. ദേവിയുടെ മുഖത്തു മാത്രമായി വസൂരിക്കലകൾ. ആ ഭാവത്തിലുള്ള ദേവിയെയാണ് വസൂരിമാലയായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ചിക്കൻ പോക്സ്, വസൂരി തുടങ്ങിയ രോഗങ്ങൾക്ക് ആ ദേവിയെ ഉപാസിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്താൽ ശമനം കിട്ടുമെന്നാണ് സങ്കല്പം. മഞ്ഞളാടുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് വിശേഷാൽ പൂജ. ക്ഷേത്രത്തിൽ ഗുരുതി തർപ്പണങ്ങളൊക്കെ നടക്കുന്നത് ആ ദേവതയ്ക്കാണ്. വാസ്തവത്തിൽ ഗുരുതി തർപ്പണം നടക്കുന്നത് ദേവിയുടെ ഭൂതഗണങ്ങൾക്കാണ്. വസൂരിമാലയെന്നു പറയുന്നുണ്ടെങ്കിലും അത് ദേവിയുടെ മറ്റൊരു ഭാവമാണ്. പ്രത്യങ്കരയായും സങ്കല്പിച്ച് നമുക്ക് ആരാധിക്കാവുന്നതാണ്. ഗുരുതി തർപ്പണം നടക്കുന്നത് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷമാണ്. വസൂരിമാലയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വടക്കേ നടയിൽ വന്ന് ഭഗവതിയെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദർശനം പൂർണ്ണമാവുകയുള്ളൂ. മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ചില ആചാര അനുഷ്ഠാനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. അഭിഷേകത്തിൻ്റെ കാര്യമെടുത്താൽ ഇത് മറ്റു ക്ഷേത്രങ്ങളിലേത് പോലെ അല്ല. ഭക്തന്മാർക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റു ക്ഷേത്രങ്ങളിലുള്ളത്. പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഇവിടെ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നട തുറക്കുന്നത്. രഹസ്യ സ്വഭാവത്തോടു കൂടിയ പൂജാവിധാനങ്ങളാണിത്. അഭിഷേകം കഴിഞ്ഞ് ഭക്തർക്ക് പ്രവേശനമുള്ളൂ. ഏകദേശം 4 മണിക്ക് അഭിഷേകം കഴിഞ്ഞ് 4 മണിക്ക് ഭക്തർക്ക് പ്രവേശനം കൊടുക്കും. എന്നാൽ എല്ലാ മലയാള മാസം 1-ാം തീയതി ഇതിന് മാറ്റമുണ്ട്. ഉദിച്ചതിന് ശേഷം ആണ് അഭിഷേകം നടത്തുക. അതിന് കാരണം നിത്യ പൂജാനുഷ്ഠാനങ്ങൾക്ക് പുറമേ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പർവ്വപൂജയും നടക്കും എന്നതാണ്. പർവ്വപൂജ കഴിഞ്ഞാൽ പിന്നെ വേറെ പൂജകളൊന്നും പാടില്ലെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ. മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം നിർമ്മാല്യ ദർശനമുണ്ടായിരിക്കും. എന്നാൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനമില്ല. അത് എന്തുകൊണ്ടാണ്? ഭദ്രകാളിയാമത്തിലെ മൂർത്തികളെല്ലാം എല്ലാ ദേവതകളും തന്നെ കൊടുങ്ങല്ലൂരമ്മയെ ആരാധിക്കാൻ എത്തുന്നത് കൊണ്ടാണ് നിർമ്മാല്യ ദർശനം സാധ്യമല്ലാത്തത്. അന്നത്തെ പൂജ കഴിഞ്ഞാൽ ഉള്ളിലെ പൂക്കളും നിർമ്മാല്യങ്ങളുമെല്ലാം വാരി വളരെ വൃത്തിയായി കഴുകി പവിത്രമാക്കി വയ്ക്കുന്നു. മറ്റു ദേവകൾക്ക് വന്ന് ആരാധിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലെ മറ്റു പ്രത്യേകതകളിലൊന്ന്, കിഴക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശിവന്റെ നടയിൽ കാണുന്ന ഒരു മണ്ഡപമുണ്ട്. ശ്രീചക്രമിരിക്കുന്ന സീക്രട്ട് ചേംബറിനോട് ചേർന്ന് കൂട്ടിക്കെട്ടിയ നിലയിലാണ് അതിൻ്റെ സ്ഥിതി. ശിവന്റെ മുമ്പിലായിട്ട് തെക്ക് വടക്ക് നീളത്തിലായാണ് മണ്ഡപം കാണുന്നത്. ഇത് നമസ്കാര മണ്ഡപമാണ്.
ഈ മണ്ഡപത്തിൽ ആളുകൾ കയറാൻ പാടില്ല. ശ്രീകോവിൽ കടക്കാൻ ശുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മണ്ഡപത്തിലും കയറാൻ പാടുള്ളൂ. ഭഗവതിക്ക് നിവേദിക്കാനുള്ള വസ്തുക്കളെല്ലാം അവിടെയാണ് വയ്ക്കുന്നതും നിവേദിക്കുന്നതും. മറ്റു ക്ഷേത്രങ്ങളിൽ ഉത്സവമുണ്ട്. ഇവിടെ ഉത്സവമോ കൊടിമരമോ ഇല്ല, കാവ് സങ്കല്പം മാത്രം. രുരുജിത്ത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം കാശ്മീരി ശൈവ സമ്പ്രദായത്തിൽപ്പെട്ട ആരാധനാ രീതികളാണ് ഇവിടെയും നയിക്കുന്നത്. ഇവിടെ പൂജാരികൾ അടികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആചാര്യ പദവിയിലുള്ളവർ. പാരമ്പര്യമായിട്ടുള്ള അവകാശമാണ് ഇവർക്ക് സിദ്ധിച്ചിട്ടുള്ളത്. മൂകാംബിക ക്ഷേത്രത്തിൽ അടിക എന്ന് വിളിക്കുന്നവരെ കാണാം. അവിടെ അടിക എന്ന് പറഞ്ഞാൽ ദേവന്റെ പരിചാരകർ എന്നാണ്. അടികൾ കൊടുങ്ങല്ലൂർ പൂജാരിമാരായതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതും ക്ഷേത്രത്തിലെ ഉത്സവ ആചാരങ്ങൾ, അതായത് കാവുതീണ്ടൽ, മീനഭരണി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട്, ക്ഷേത്രത്തിലെ മറ്റ് പൂജാക്രമങ്ങളും ഒക്കെ വിശദമായിട്ട് അടുത്ത ഭാഗത്തിൽ, ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ പറയുന്നതാണ്.